അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പിർസത്തെ ചങ്ങായിമാരെ, വിശുദ്ധ ഖുർആന്റെ വിഷയത്തിലായിട്ട് ഇന്ന് ഞങ്ങൾ ചർച്ചയാക്കേണ്ടത്, അതായത് റമദാന്റെ ഒരു ഭാഗ ഞങ്ങൾ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. റഹ്മത്തിലെ 10 തീർന്നുകൊണ്ടുള്ള ഈ സന്ദർഭത്തിൽ ഞങ്ങൾ നേരത്തെ ചർച്ചയാക്കേണ്ടത് വിഷയമാക്കേണ്ടതായിട്ട് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജാസ്തി പഠിച്ചായിട്ടിക്കിട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ചൊല്ലിയത് ദൈവഗ്രന്ഥം, അള്ളാഹുവിൻ്റെ കലാമായിട്ടിക്കിട് വിശുദ്ധ ഖുർആൻ ഞങ്ങൾ പഠിച്ചതായിട്ടിക്കിട്. മാത്രമല്ല, ഇന്ന് ആധുനിക പ്രപഞ്ചത്തിക്ക് സരിസാട്ടിയില്ലാത്ത ഒരു ഗ്രന്ഥ ചൊന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ മാത്രം. അതിലൊരു സംശയമില്ല. കാരണം 1500 വർഷം കഴിഞ്ഞിട്ടും അതിലൊരു ചേഞ്ചസ്, അതായത് അള്ളാഹു ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരു 4 കിതാബ് ഇറക്കിട. അതില് 4ാമത്തെ കിതാബായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ ഇണ്ട് നേരത്തെ ചൊന്ന പോലെ ആധുനിക പ്രപഞ്ചത്തിക്ക് സരിസാട്ടിയില്ല. ഇതിക്ക് വേറെ എല്ലാ വേദഗ്രന്ഥങ്ങൾ, അതായത് വേറെ വേറെ ഒരുപാട് ധർമ്മമുണ്ട് ഈ ലോകത്തിൽ വെച്ചിട്ട്. ഒരുപാട് എത്രയോ മതങ്ങളുണ്ട്, അങ്ങനെ വേറെ വേറെ കിതാബുണ്ട്. പക്ഷേ ഖുർആൻ പോലെയുള്ള ഒരു കിതാബ് ലോകത്തിലില്ലാണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് നബിക്ക് അള്ളാഹു ഇറക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ തന്നെ എത്രയോ ആയത്തുകൾ, എത്രയോ ശ്ലോകങ്ങൾ, ഈ ഖുർആന്റെ ഓരോ ആയത്തുകൾ ഉണ്ട് ആധുനിക പ്രപഞ്ചത്തിൽ വിജ്ഞാനിമാർ സംശോധനയ്ക്ക് ഇറക്കപ്പെടാൻ. കാരണം അള്ളാഹു ചൊന്ന ഫലക്കത്ത് ഇണ്ട് 1500 വർഷം കഴിഞ്ഞിട്ടും അത് സത്യമായിട്ട് വന്നിട്ടുള്ളൂ. ഉദാഹരണക്ക്, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി. എത്ര 1500 വർഷങ്ങൾക്ക് മുന്നോളം നബിക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ അള്ളാഹു ചൊല്ലി, നിങ്ങൾക്ക് നന്റെ അടിമേന്മേൽ ഇറക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ വല്ല സംശയം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരായത്ത് നിങ്ങൾ കൊണ്ടുവരും. ആ വെല്ലുവിളി, അൽ ഖുർആൻ ഈസ് ദി അൾട്ടിമേറ്റ് ചാലഞ്ച്. ആ ചാലഞ്ച് ഉണ്ട് IT, ഇൻഫോർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ AI ഉൾക്കൊണ്ട എന്തെല്ലാം ടെക്നോളജികൾ ആധുനിക ലോകത്തിലുണ്ട്. ഒരിക്കലും കൊണ്ടുവരാൻ സാധ്യമല്ല. അത് കൊണ്ടുവരാൻ സാധ്യമല്ല. അത് ഖിയാമത്ത് നാൾ വരെ അത് ഒരിക്കലും സാധ്യമാവാത്തത് ആയിട്ടേക്ക് മുഅ്മിനീകളെ. അപ്പൊ ഖുർആന് അള്ളാഹുവിന്റെ ഗ്രന്ഥ, അത് സത്യഗ്രന്ഥ ചൊല്ലേക്ക് ഒരു സംശയം ഞാൻ ഇതിൽ ഉന്നയിക്കില്ല. അള്ളാഹു ഖുർആൻ ചൊല്ലി പലക്ക 6666 ആയത്തിൽ എത്രയോ ആയത്തുകൾ ആശയപരമായിട്ടുള്ള ആയത്തുകൾ, ഇസ്ലാം ദീന്റെ എല്ലാ വിഷയങ്ങളും വിശദീകരിച്ചു. അതൊരു മഹത്തായ ഒരു അമലായിട്ട് ഖുർആൻ ഓതുക ചൊല്ലി. അള്ളാഹു ഖുർആൻ ചൊല്ലി, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. തദബ്ബർ ചെയ്യണം. അതായത് ഞങ്ങൾ ഖുർആൻ പഠിക്കുമ്പോഴത്തേക്കും അതിൽ തദബ്ബറാക്കിയിട്ട്, ചിന്തിച്ചിട്ട്, ചിന്തനാഹമായിട്ട് ഞങ്ങൾ ചിന്തക്ക് വളപ്പടിച്ചിട്ട് ഞങ്ങൾ അത് ഓതേണ്ടതുണ്ട്. അല്ലെങ്കിൽ അഫലാ യതദബ്ബറൂന, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, നിങ്ങൾ ആലോചന ആക്കില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അല്ലെങ്കിൽ നിങ്ങൾ കൽബിനെ ബന്ധാക്കിടാ, ബീഗിട്ടിട്ട് കുഫൽ നിങ്ങൾ ബീഗിട്ടിട്ട് ബന്ധാക്കിടാ. അതുകൊണ്ട് ഖുർആൻ ചൊല്ലി നിങ്ങൾ ഖുർആൻ കൊണ്ട് ചിന്തിച്ചിട്ടായിട്ടിരിക്കണം. ഖുർആൻ കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല, ക്വസ്റ്റ്യൻ അല്ലാഹു ഖുർആൻ കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജിഅൽ ഖുർആൻ അല്ലാഹുമ്മ ജിഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന. പടച്ചോനെ, ഖുർആൻ ഞങ്ങളുടെ ഹൃദയ വസന്തമാക്കണേ. വനൂറ സുദൂരിന, ഞങ്ങൾക്കുള്ള ഹൃദയത്തിലേക്ക് പ്രകാശത്തിന്റെ വെളിച്ചമാക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ നടത്തി. വിശുദ്ധ മുഅ്മിനീകളെ, മാത്രമല്ല 4 6 മഹ്ശറ സഭയിൽ ശഫാഅത്ത് ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് അമൽക്ക് സാക്ഷാത്കരിക്കപ്പെട്ടതായ ഒരു ഗ്രന്ഥമാണ്. അതായത് ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. വിശുദ്ധ ഹദീസ്. ഇഖ്റഉ, നിങ്ങൾ ഓതണു. എന്തിന്? ഖുർആൻ നിങ്ങൾ ഓതണു. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലി അസ്ഹാബി. ഖുർആൻ ഓതുന്ന ആൾക്ക് ശുപാർശകരനായിട്ട് നാളെ പടച്ചോന്റെ മുന്നുള്ളൂ. അത് ഖുർആൻ സാക്ഷിയാവുന്നുണ്ട്. സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിശുദ്ധ മുഅ്മിനീകളെ, ഖുർആൻ ഓതുന്ന ബാധ്യസ്ഥനായിട്ട് കിടന്നു. എല്ലാ മുസ്ലിം ബാധ്യസ്ഥരായിട്ട് കിടന്നു. അതുകൊണ്ടിട്ട് ഖുർആൻ ഓതണം. ഖുർആൻ ദൈനംദിന
ഒരു ഹർഫ് ഓരോരോ ഹർഫിന് 10 ഹസനത്ത്. അതിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസനത്ത്. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ്, അള്ളാഹുടെ കിതാബിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ് വാർത്ത ഓതിയാന അവനക്ക് കൂലിയുണ്ട്, ഹസനത്തുണ്ട്. മാത്രമല്ല വൽ ഹസനത്തു ബി അസരി അംസാലിഹ, 10 ഇരട്ടി, 10 കൂലിയുണ്ട് ഒരു ഹർഫ്. വിശുദ്ധ റമദാൻ ആകുമ്പോഴത്തേക്കും പിന്നെയും കൂലി ഇരട്ടി കൂലിയാണ്. ലാ അഖൂലു, എന്നിട്ട് ചൊല്ലു ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം ഹർഫ് എന്നാ ചൊല്ലു, അത് ആയത്തായിട്ട് അലിഫ് ലാം മീം ഹർഫ് എന്നാ ചൊല്ലില്ല. ലാകിൻ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫായിരിക്കട്, ലാമുൻ മറ്റൊരു ഹർഫായിരിക്കട്, മീം പിന്നെ ഹർഫായിരിക്കട്. ഇത് അലിഫ് ലാമിന്റെ ഓതുമ്പത്ത് തന്നെ അവിടെ 30 കൂലി കിട്ടുന്നുണ്ട് ദിവസത്തെ മുഅ്മിനീകളെ. മാത്രല്ല ചില ഹദീസിൽ പരിപാടി ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. വലിയ സ്പഷ്ട സന്ദേശ. ആധുനിക പ്രപഞ്ചത്തിൽ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നല്ലൊരു സന്ദേശമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് തന്നത്. ഖൈറുക്കും, നിങ്ങൾ നല്ലവർ, മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും നല്ലവരാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ സന്ദേശം വേണോ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മുഅ്മിനീകളെ. അപ്പൊ ആയതുകൊണ്ടിട്ട് ഖുർആൻ ഓതരെ ആളായിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് അത് വലിയൊരു ഇബാദത്തായിട്ടിരിക്കും. ഇന്നല്ലദീ ലൈസ ഫീ ജൗഫി ശൈഉൻ മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരീബ്. അതായത് മറ്റൊരു ഹദീസ് ചൊല്ലി, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ ഖുർആൻ ഹൃദയസ്ഥമാക്കിയിട്ട്, ഹൃദയം ബൈ ഹാർട്ട്, കണ്ടപാട്ട അല്ലെങ്കിൽ കാണാൻ പാഠം, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ ഖുർആൻ ഇല്ല കണ്ടെങ്കിൽ പിന്നെ കൽ ബൈത്തിൽ ഖരീബ്, ബെടക്ക് അവ ഖറാബായ പൊലിഞ്ഞ വീട്. ഈ പൊലിഞ്ഞ അവത്തിൽ പല പർക്കട്ട സത്തയില്ലാത്ത മച്ച മേലതിൽ ഇതില്ലാത്ത ഒരു അവത്തുള്ള ഞങ്ങൾ താമസിക്കിട. അതുപോലെ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യരുടെ ഹൃദയ ഖുർആൻ ഇല്ലാത്ത, ഖുർആന്റെ മനപ്പാടമില്ലാത്ത ആ ഒരു പിന്നെ മനുഷ്യൻ. അള്ളാഹു കാക്കട്ടെ വിശുദ്ധ മുഅ്മിനീകളെ. ഞങ്ങൾ ഹിഫ്ളാക്കണം, ഒരുപാട് ഹാഫിളാവണം. ഹാഫിൽ ദീനി വൽ ഖുർആൻ. നിസ്കരിക്കണമെങ്കിൽ ഖുർആൻ വേണം. മറ്റുള്ള ജീവിതത്തിൽ നല്ല നല്ല സൽക്കർമാക്കണമെങ്കിൽ ഖുർആൻ വേണം. ഖുർആൻ ഞങ്ങൾ ഇമാമായിട്ടിരിക്കരുത്. ഖബറിൽ മുൻകറിനാക്കിയ ചോദ്യത്തിൽ മറുപടി ഖുർആൻ പിന്നെ ഇമാമാർ കേട്ടെങ്കിൽ ഖുർആൻ ഇമാമി, ഖുർആൻ തന്റെ ഇമാമാണ്. ഞങ്ങളെ എല്ലാ മാർഗദർശന ലോകത്തിക്ക് മാർഗദർശന കൽപ്പിക്കുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ ആയിട്ടിരിക്കും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്നത്തെ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത സാമഗ്രികളെ റെഡിയായിട്ട്, യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ സാമഗ്രികളെ റെഡിയായിട്ട് എല്ലാം റെഡിയായിട്ടാകുമ്പോഴത്തേക്കും സഹാബത്തിലൊട്ടിಗೆ നബി ഒരു ഫലക്കെടുത്ത്, നിങ്ങൾ നിന്ന് ഖുർആനൂടെ തെരഞ്ഞ ഖുർആൻ ഹാഫിളെങ്കിൽ ആറുള്ളാറ്, ഖുർആൻ തെരഞ്ഞ കണ്ടപാട്ട ഉള്ളെങ്കിൽ ആറുള്ളാറ്. എല്ലാ സഹാബത്തും മൗന പാലിച്ച ആറുമുണ്ട്. ജന്നാമത്ത് നബിക്ക് എടുത്ത് നിങ്ങൾ നിന്ന് തെല്ലെങ്കിലും ഖുർആൻ പണ്ടെങ്കിൽ ആറുള്ളാറ്. അപ്പൊ ഒരു സഹാബത്ത് ചൊന്തു, ನಾನುಲ್ಲ. ಅಪ್ಪ ಅದಾರು ಮುನ್ನೂರು ಬಂದಟ್ಟು ನಿಕೇಂದ್ರಿ ಬಂತು నాకు సూరతుల్ బకర ಬಂತು ಆ ಸಹಾಬಿ. ಅಪ್ಪ നബി ചൊന്തു, നിങ്ങൾ ഇമാമായിട്ട്, നിങ്ങൾ ഇമാം ചൊന്തി, നിങ്ങൾ ലീഡർ, ക്യാപ്റ്റൻ. ഹദീസാണ് പരിശുദ്ധ മുഅ്മിനീകളെ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കാൻ കിട്ടിയ ഹദീസ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ചൊല്ലു, ഖിയാമത്ത് നാളിൽ ഖുർആൻ ഓതരെ മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുമ്പോഴത്തേക്കും അവൻ ആക്കിയ ദുനിയാവിലാക്കിയ എല്ലാ നന്മയും, അതായത് ഖുർആൻ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്ത അങ്ങനത്തെ ഒരു മനുഷ്യർക്ക് നാളെ മഹ്ശറ സമയത്തില് ഖുർആന്റെ അവന് സാക്ഷിയായിട്ട്, അതായത് സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ആൽ ഇമ്രാൻ, മറ്റൊരു ഹദീസിലാണ് പരിപാടി. ആലു ഇമ്രാൻ സൂറത്തുൽ ബക്കറ അവനക്ക് സാക്ഷിയായിട്ട് നിൽക്കിടുന്നുണ്ട്, പിന്നെ ഹുജ്ജത്തായിട്ട് നിൽക്കിടുന്നുണ്ട് ഹദീസിൽ പരിപാടി പരിശുദ്ധ മുഅ്മിനീകളെ. അപ്പൊ അതുകൊണ്ടിട്ട് ഖുർആനെ നിങ്ങൾ അംഗീകരിക്കുന്ന ആളായിട്ടിരിക്കണം. ഖുർആന്റെ ഓരോ ഹർഫുകളും ഖുർആന് പിന്നെ അത് വെക്കേണ്ട ജാഗയിൽ എത്രത്തെ ജാഗയിൽ വെക്കണോ, നെഞ്ചോട് ചേർത്ത് പിടിക്കണോ. അത് കുഞ്ചിക്കിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ പുതിയ മക്കളെ പൊന്നില്ല, അത് ഖുർആൻ പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിലേക്ക് തൗറാത്ത് എടുത്ത് വരുമ്പോഴത്തേക്ക് എഞ്ചി നിന്നിരിക്കുന്ന ചരിത്ര പരിപാടി പരിശുദ്ധ മുഅ്മിനീകളെ. ഖുർആൻ വരുമ്പോൾ എത്രമാത്രം റെസ്പെക്ട് ആകാം, അതേപോലെ എഞ്ചി നിൽക്കണം. തുടർന്നെങ്കിൽ ലാ യമസ്സഹു ഇല്ലൽ മുതഹ്ഹറൂൻ, സൂറത്തുൽ വാഖിയ, ലാ യമസ്സഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയില്ലാണ്ട് ഖുർആൻ തുടങ്ങു പോലത്തീരാൻ. അത്രമാത്രം ദൈവ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ.
ഒരു ഹർഫ് അലി റളിയല്ലാഹു തആല ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് മൻ ജഹദ ഒരു ഹർഫ് ഒരു മനുഷ്യൻ ഒരു ഹർഫിനെ പിന്നെ നിഷേധിച്ചാൽ പിന്നെ കഅന്നമ ജഹദൽ ഖുർആന കുല്ല, അതായത് എല്ലാ ഖുർആന്റെ അവൻ നിഷേധിച്ചതുപോലെ ആയിരിക്കും. അലി റളിയല്ലാഹു തആല പിടിച്ചത്ത മുഅ്മിനീകളെ. അപ്പൊ ഈ വിശുദ്ധ റമളാൻ ഖുർആൻ ഓതേണ്ട ദിവസമായിട്ടിക്കട്, ഖുർആൻ ഇറങ്ങിയ മാസമായിട്ടിക്കട്. റമളാൻ മാസമല്ല, എല്ലാ മാസത്തിലും ഖുർആൻ ഓതേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിലെ ആയത്ത് ഓരോരോ ആയത്തിലെ ഫളായിൽ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുള്ള ഇത് പഠിക്കണോ, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആന്റെ അഹ്ലുകാരെ കുറിച്ചുള്ള അള്ളാഹു നമ്മൾ പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.